ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് വെൽ. ഇന്നുണ്ടല്ലോ ഒരു നോർമൽ ഡേ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വിശേഷങ്ങളൊന്നുമില്ലാത്ത ഒരു നോർമൽ ഡേ ആണ്. രാവിലെ എണീറ്റപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇരാഷ് അവൻ്റെ ഡാഡിനെ കണ്ടപ്പോൾ ഓടി വന്നതാണ്. ഇത് ഇന്ന് ആദ്യമായിട്ട് നടക്കുന്ന കാഴ്ച ഒന്നുമല്ല. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇന്നെന്നല്ല എപ്പോഴെങ്കിലും ഔട്ട് സൈഡ് 10 തവണ പോയി വന്നാലും ഇവന് കാറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി പുറത്തേക്ക് പോകും. എന്നിട്ട് ഭയങ്കര തുള്ളിച്ചാടലായിരിക്കും. എൻ്റെ ഡാഡ വന്നു അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അത് നോർമലി എപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. പിന്നെ സിലു കാറ് കഴുകുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാ. നോർമലി ഉണ്ടല്ലോ, കാറ് കഴുകുന്ന കണ്ടാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോവില്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇതൊക്കെ. ഞാൻ ക്ലീനിങ് ചെയ്യുന്നതിൽ കുറച്ച് ബാക്കിലാണ് കേട്ടോ. ഞാൻ മാത്രമേ അങ്ങനെ ഉള്ളൂ, പക്ഷേ ആളങ്ങനെയൊന്നുമല്ല. നല്ല ക്ലീനായിട്ട് വെക്കും. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് വീടാണെങ്കിലും റൂമാണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആളുടെ എല്ലാ ഐറ്റംസും പെർഫെക്റ്റായിട്ട് വെക്കുന്ന ഒരാളാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, എന്തായാലും ഒന്ന് OCD ഉണ്ടാവും നിങ്ങൾക്ക്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ തിരിച്ചാൾ എന്നോട് അങ്ങനെ ചെയ്യണമെന്ന് പറയാറില്ല. എന്താണെന്നറിയോ, ഇത് ഫാസിക്ക് 100% അറിയാവുന്നൊരു കാര്യമാണ്. ഇത് എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെന്ന്. അതുകൊണ്ട് എന്നോട് നോർമലി അതൊന്നും പറയാറില്ല. പിന്നെ വെള്ളം കൊണ്ട് ആർക്കെങ്കിലും ഒന്ന് കടിക്കാൻ തോന്നൂലേ? ആ കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞാനും കുറച്ച് വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് ഒരു മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, വീട് വരെ ഒന്ന് ജസ്റ്റ് പോയാലോ എന്ന്. അങ്ങനെ ഞാനത് അപ്പം തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആളാണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് പോയി വരാം, എനിക്ക് പിന്നെ പുറത്തെവിടെ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ടൗണിൽ പോയിട്ട് കുറച്ചധികം സാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. പോവുക അപ്പം തന്നെ തിരിച്ചു വരിക, അതാണ് കേട്ടോ. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതും തിരിച്ചു വരുന്നതും പെട്ടെന്നായിരിക്കണമെന്ന്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടല്ലോ ബുഷൈന ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് നന്നായിട്ട് വറുത്തിട്ട് ഉണ്ടാക്കുന്നൊരു ഗീ റൈസാണ്. ഇത് ഈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഫ്ലേവറും ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് പറയട്ടെ. കുറച്ച് ഗീ ഇടുക, ഗീയിലേക്ക് ഉള്ളി വഴറ്റിയെടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഓൾ സ്പൈസസ് ആഡ് ചെയ്യാം, കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്യാം. പിന്നെ അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കേട്ടോ കണക്ക്. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഒഴിക്കുക, എന്നിട്ട് റൈസ് ഇടുക, എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് വറുത്ത നല്ല സ്മെല്ല് വരൂലേ, അപ്പം അതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കുക. ആ ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. പാകമാണെങ്കിൽ ഒറ്റ വിസിലടുപ്പിക്കുക. വെറ്റ വിസിലടിച്ചിട്ട് അതിൻ്റെ ഫുള്ള് എയർ വേണം കേട്ടോ, ഒക്കെ പോയതിന് ശേഷം തുറക്കുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഒരു ഹാഫ് ലെമണും കുറച്ച് ഓയിലും ഒഴിക്കാൻ മറക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ ക്യൂക്കമ്പർ കട്ട് ചെയ്തായിരുന്നു. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് ഉള്ളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നുണ്ടല്ലോ പ്ലേറ്റൊക്കെ കഴുകി വൃത്തിയാക്കി ടേബിളിൽ കൊണ്ടുവെക്കാണ്. എന്നിട്ട് എല്ലാവരും ഫാമിലി ആയിട്ടിരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടുവയ്ക്കുകയാണ്. ഇന്ന് ലഞ്ച് ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. പിന്നെ കോവയ്ക്ക ഉണ്ടല്ലോ, അതിൻ്റെ തോരനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. സത്യം പറഞ്ഞതുപോലെ തന്നെ ബുഷീന പറഞ്ഞതുപോലെ തന്നെ
ഗീ റൈസ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു വറുത്തത് കൊണ്ടാണെന്നറിയില്ല, ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അതിലേക്ക്. ഇത് ഗാർലിക്കിൻ്റെ ഒരു അടിപൊളി, വെളുത്തുള്ളിയുടെ ഒരു അടിപൊളി പിക്കലാണ് കേട്ടോ. ഇതിലാണോ പിക്കലിടുന്നത്, ഇത് ഉപ്പിടുന്നതല്ലേ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഇതിലാണോ കേട്ടോ പിക്കലിടുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പിടുകയാണോ എന്ന് ചോദിക്കരുത്, അതും എനിക്കറിയില്ല. പക്ഷെ ഞാനിതിൽ പിക്കലിടുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതിൽ ഉപ്പിട്ടിട്ട് വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വാട്ടർമെലനും കട്ട് ചെയ്തു. വാട്ടർമെലൻ കട്ട് ചെയ്തിട്ട് കഴിച്ചു. ഇതിങ്ങനെയാണോ കട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേറെ കുറേ മെത്തഡ്സ് ഉണ്ടാവാം. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് കാണാൻ കുറച്ച് വലിപ്പല്ലേ, അതിങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്, എനിക്ക് പാടാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതിൻ്റെ കട്ട് ചെയ്ത് വെക്കൽ. നോർമലി എൻ്റെ വാപ്പ പെർഫെക്റ്റായിട്ട് ഇത് കട്ട് ചെയ്യും. വീട്ടിൽ വാട്ടർമെലൻ വാപ്പ തന്നെയാണ് കട്ട് ചെയ്യൽ. ഭയങ്കര ക്രേസാണ് വാട്ടർമെലൻ കട്ട് ചെയ്യാൻ. ഇത് നല്ല ഫ്രൂട്ട്സ് എല്ലാം ആയാലും അങ്ങനെയാണ്. പപ്പായ ആണെങ്കിലും എല്ലാം ഒരു പെർഫെക്റ്റായിട്ട് ഒരു എന്താണെന്ന് പറയുക, ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും. അതുകൊണ്ട് വാപ്പ അടുത്തുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കട്ട് ചെയ്യില്ല. ഞാനല്ല, നമ്മൾ ആരും കട്ട് ചെയ്യില്ല കേട്ടോ, പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യും. അതുകൊണ്ട് കഴിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ബുഷേനായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഉമ്മ ബുഷേനെ ഇവരോടൊക്കെ ബായ് ആക്കിയിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് റിട്ടേൺ വന്നു. പിന്നെ എത്തിയതിന് ശേഷം ഉണ്ടല്ലോ, കോഫിയൊക്കെ കുടിച്ചിട്ട് വീടിൻ്റെ വെളിയിലിറങ്ങിയായിരുന്നു. ഉമ്മ ഈ ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കായിരുന്നു. അപ്പം ഞാനും ഇറാഷും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈവനിങ് അല്ലേ, അങ്ങനെ ഔട്ട് സൈഡിലൊക്കെ ഒരു കറക്കം കറങ്ങി. പുറത്തിരിക്കാൻ നല്ല രസമല്ല, കാറ്റൊക്കെ കൊണ്ടിട്ട്. അതുകൊണ്ട് കുറച്ചധികം നേരം പുറത്തിരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ബേബീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ വരുന്നില്ല, എന്നെ വിളിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തിട്ട് കുളിപ്പിച്ചു. രാത്രിയായപ്പോൾ സിലു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ ഉണ്ടല്ലോ ചിക്കന് ജ്യൂസൊക്കെ പാർസലായിട്ട് കൊണ്ടുവന്നായിരുന്നു. ബേബി ഉണ്ടല്ലോ ഈ സോസിൽ പത്തിരി മുക്ക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇടക്കിടക്ക്. ഓൻ അതുപോലത്തെ ചെറിയ സാഷ് ഉണ്ടല്ലോ, അത് കിട്ടിയാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. അതെങ്ങാണ്ട് നമ്മൾ കയ്യിൽ നിന്നെടുത്താൽ പിന്നെ ഭയങ്കര ഒച്ചയായിരിക്കും ആളുടെ ഇത്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ എന്തായാലും പുതിയ വ്ളോഗിൽ വരാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ. ടാറ്റാ, ബൈ ബൈ.